എടാ മോനെ, എടാ എണീക്ക്. പേടിക്കണ്ട പേടിക്കണ്ട. എന്താ നിന്റെ പേര്? അറിയില്ല. നിന്റെ വീട് എവിടെയാണ്? വീടില്ല. അപ്പൊ നീ എവിടെ താമസിക്കും? ബസ് സ്റ്റാൻഡിലോ കടത്തിനാലൊക്കെയാ. നീ പേടിക്കണ്ട. നീ ഒട്ടും വിഷമിക്കണ്ട. നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരെ. അച്ഛനായിട്ട് ഞാനുണ്ട് നിനക്ക്. അമ്മയായിട്ട് നിനക്ക് വീട്ടിലൊരാളുണ്ട്. വാ എണീക്ക്, വാ. ഇതാരാ? ഇവനിനി നമ്മുടെ മോനായിട്ട് വളരും. അമ്പലത്തിൻ്റെ അവിടെ ആരുമില്ലാതെ ഭിക്ഷ യാചിക്കണ ഇവനെ കണ്ടിട്ട് എനിക്ക് ഇട്ടേച്ച് വരാൻ തോന്നിയില്ല. ഇവൻ നമ്മുടെ മോനായിട്ട് ജീവിക്കട്ടെ. മോൻ്റെ പേരെന്താ? അതൊന്നും അവനെ ഓർമ്മയില്ല. സൂര്യാന്ന് നമുക്ക് ഇവനെ വിളിക്കാം. സൂര്യാന്ന് വിളിക്കുമ്പോൾ നിന്നെ വിളിക്കണമെന്ന് നീ മനസ്സിലാക്കണം കേട്ടോ. പോക്കോ, അകത്തേക്ക് കൂടും, അമ്മയുടെ അടുത്ത് പോകും. മോൻ ഇനിയൊന്നേ പോയി കുളിച്ചിട്ട് വരണേ. വൃത്തിയായിട്ട് കുളിച്ചിട്ട് വരണേ. എന്നിട്ട് അതാണ് കുളിക്കുന്ന സ്ഥലം. ആഹാ, കുളി കഴിഞ്ഞോ? എന്നാൽ ഈ ടീഷർട്ടും നിക്കറൊക്കെ എടുത്ത് ഇട്ട് മിടുക്കനായിക്കേ. ഇനി മുടിയൊക്കെ നമുക്ക് ചീകി വൃത്തിയാക്കി ഇതൊക്കെ ഒന്ന് വെക്കണം. തലമുടിയൊക്കെ വെട്ടി നമുക്ക് വൃത്തിയാവണം കേട്ടോ. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് എടുക്കാനാണോ? അമ്മേൻ്റെ അടുത്ത് നമുക്ക് ഭക്ഷണം എടുത്ത് തരും കേട്ടോ. ഒരു നേരത്തെ ആഹാരത്തിന് കൊതിക്കുന്ന എത്രയെത്ര അനാഥ ബാല്യങ്ങളാണ്. എല്ലാവർക്കും വേണ്ടി എനിക്ക് തനിച്ചൊന്നും ചെയ്യാനാവില്ല. ഒരാളെങ്കിൽ ഒരാൾക്ക് ഈ ജീവിതം കൊണ്ട് പറ്റാവുന്നത് നൽകാം. ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ മോനെ. ചേട്ടനുണ്ടായിരുന്നപ്പോൾ ഉള്ള കളിപ്പാട്ടോ ഇങ്ങനെ വെച്ച് കളിച്ചേ. അമ്മ കളിക്കാൻ തന്ന നീ അതൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ ഓടി നടന്ന് കളിച്ചോ കേട്ടോ.
ഹ ഹ രി രി ശ്രീ. ശ്രീ നീ ഇതിന്റെ മേളിൽ കൂടെ ഇതുപോലെ തന്നെ ഒന്ന് എഴുതിക്കേ. ഹ രി ശ്രീ. മിടുക്കൻ. മഴകൾ പുഴകൾ വനങ്ങൾ. മഴകൾ പുഴകൾ വനങ്ങൾ. Its near atmosphere is heated by insolation. Temperature is the degree of hotness of the atmosphere. It is from the weather condition at 2 p.m. that the meteorologists measure that maximum temperature of the day. Minimum. Yeah, full A plus. പിന്നെ എനിക്ക് ഫുൾ എ പ്ലസ് ആണോ? നോക്കട്ടെ. എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് എല്ലാത്തിനും ഫുൾ A പ്ലസ്. മിടുക്കനായി വരണം. മിടുക്കനായി വരണം. പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി നമ്മൾ ജീവിക്കണം. ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത് ജീവിക്കണത്. അനാഥർക്കും ആശ്രയമില്ലാത്തവർക്കും ഒക്കെ വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കണം. അവർക്കൂടെ നമുക്ക് നമ്മുടെ ജീവിതം ഉപകാരപ്രദമാക്കണം കേട്ടോ. അതെനിക്കറിയാം അച്ഛൻ. അച്ഛൻ ജീവിച്ചതും കാണിച്ചു തന്നതും എല്ലാം അതല്ലേ.